قال رسول الله صلى الله عليه وسلم من سلك طريقا يبتغي فيه علما سهل الله له طريقا إلى الجنة. ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുന്നതായ വ്യക്തിക്ക് സ്വർഗത്തിലേക്കുള്ളതായ വഴി എളുപ്പമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് പറയുകയാണ്, നമ്മളൊരു സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ്. അവിടെ വ്യത്യസ്തങ്ങളായ ഷോപ്പുകൾ അതിനകത്തുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ലൈബ്രറി റൂമിലേക്കാണ് അവർ പുസ്തകം എടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മറ്റുള്ളതായ ഷോപ്പിംഗ് ഒന്നും ചെയ്യാതെ ലക്ഷ്യബോധത്തോടുകൂടെ ആ സിറ്റി സെൻറ്ററിലുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മൾ ലക്ഷ്യം വെച്ചതായ ലൈബ്രറി ഷോപ്പിലേക്ക് പോവുകയും പുസ്തകത്തിൻ്റെ ഷോപ്പിലേക്ക് പോവുകയും അവിടെ നിന്ന് നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു പുസ്തകം വാങ്ങി തിരിച്ചു വരികയും ചെയ്യുന്ന രീതി, അതാണ് ഉദ്ദേശം. ലക്ഷ്യത്തോടു കൂടെ യാത്ര ചെയ്ത് നമ്മൾ മടങ്ങി വന്നത്. അങ്ങനെയുള്ളൊരു യാത്രയായിരിക്കണം നമ്മൾ ഇൽമ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്. മറ്റുള്ളതായ ഷോപ്പുകളിലേക്കൊന്നും കയറാതെ, മറ്റുള്ള ചിന്തയിലേക്കൊന്നും നീങ്ങാതെ ഒരൊറ്റൊരു ലക്ഷ്യത്തോടു കൂടെ പുറപ്പെടുന്നതായ വ്യക്തിക്ക് സ്വർഗത്തിലേക്കുള്ളതായ വഴി എളുപ്പമാകും എന്നുള്ളതാണ് മൻ സലക എന്നുള്ളതായ പദത്തിൻ്റെ വിശദീകരണ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ദഹല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു, സലക എന്നാലും പ്രവേശിച്ചു, രണ്ടിൻ്റെ വ്യത്യാസങ്ങളാണ് നമ്മൾക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദഹല എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ പ്രവേശിക്കുക, എൻറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സലക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യമാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി മാത്രം പുറപ്പെടുന്നതായ ആ ഒരു പ്രവേശനത്തിലേക്കുള്ള പദത്തിൻ്റെ ഒരു മീനിങ്ങാണ് സലക എന്നുള്ളതായ പദത്തിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വർഗത്തിലേക്കുള്ളതായ വഴി എളുപ്പമാകുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൽമ പഠിക്കുന്നതായ ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ് അല്ലാഹു തആല നൽകുന്നത്. വഇന്നൽ മലായികത ലാ തളഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽം. ഇൽമ പഠിക്കുന്നതായ വ്യക്തികൾക്ക് അല്ലാഹു തആല മലക്കുകൾ അവർക്കുള്ളതായ ചിറകുകളെ താഴ്ത്തി കൊടുക്കുകയാണ്. എങ്ങനെയുള്ളതായ ഇൽമ പഠിക്കുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇൽമ പഠിക്കുന്നതായ വ്യക്തികൾക്കാണ്. എന്ന് മാത്രമല്ല, ആകാശഭൂമി ലോകത്തുള്ളതായ മലക്കുകൾ ഇൽമ പഠിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥന നടത്തുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മാളത്തിലുള്ളതായ ഉറുമ്പുകളും അതേപോലെ തന്നെ സമുദ്രത്തിലുള്ളതായ മത്സ്യങ്ങൾ വരെ ഇൽമ പഠിക്കുന്നതായ വ്യക്തിക്ക് പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് എന്താണ് ഈ ഒരു ആലിമിൻ്റെയും ഒരു അടിമയുടെയും തമ്മിലുള്ളതായ വ്യത്യാസം? ഫളുൽ ആലിം അലൽ ആബിദ്, ആബിദിനേക്കാൾ ആലിമിനുള്ളതായ ശ്രേഷ്ഠത ബാക്കിയുള്ള എല്ലാ നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനിക്കുള്ളതായ ശ്രേഷ്ഠത ഉള്ളത് പോലെയാണ്. ആ ഒരു രീതിയിലാണ് ഒരു ആലിമായ ഒരു പണ്ഡിതന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേർതിരിച്ചിട്ട് പറയുന്നത്. അപ്പോൾ കൂടുതൽ അറിവുകൾ നേടാനും ഹൈറായ രീതിയിൽ പഠിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.